താൻ എത്തും, താൻ എപ്പോഴും കയറി കൊത്താതെ, താൻ എപ്പോഴും കയറി കൊത്താതെ അവിടെ അടങ്ങിയിരിക്കും. നമ്മുടെ ഇങ്ങനൊരു ഐക്യം ഉണ്ടാകുമ്പോൾ, അതായത് SNDP ഐക്യം ഉണ്ടാകുമ്പോൾ അതൊരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷേപം പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അതായത് വേറെ രീതിയിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് അങ്ങനെയുള്ള വിമർശനം ഇപ്പോഴും തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ധ്രുവീകരണമാണ്? ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഇവിടെ ഈ രാജ്യം സുനാമി സംഭവിക്കുമോ? എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരൂ. അത് നിയതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ഇന്ന് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളുടെ ദൗത്യതാണല്ലോ. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വെച്ചുകൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ എന്തുകൊണ്ടാണ് നിങ്ങളോട് മറുപടി? അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് വളരെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്താത്തത് അല്ല, രണ്ടാണ്. ആ യോജിപ്പാണ് ഇപ്പോഴത്തെ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നണമെന്നില്ലല്ലോ. അല്ല, ന്യൂനപക്ഷങ്ങൾ അർഹമായതിൽ കൂടുതൽ മേടിക്കുന്നു എന്ന് പറഞ്ഞ AK ആന്റണിയെ പുറത്തിറക്കിയത് ആരാണ്? കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷങ്ങൾ അർഹിക്കുന്നേക്കാൾ കൂടുതൽ മേടിക്കുന്നു എന്ന് ഭൂരിപക്ഷത്തിന് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി പുറത്താക്കിയത് ആര്? ഇതൊക്കെ കേരള രാഷ്ട്രീയം കണ്ടതല്ലേ? നായാടി മുതൽ നസ്രാണി വരെ നമ്പൂതിരി വരെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊന്നും NSSന്റെ ഭാഗത്തു നിന്നോ അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകും. അത്തരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അങ്ങനെ മാറണമെന്നുള്ള ഒരു വിചാരങ്ങൾ സമൂഹത്തിനുണ്ടായി എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പ് അടുത്ത് വെച്ചുള്ള സമയമാണ്. ഈ രണ്ട് സംഘടനകളും ചേരുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി വഴിവെക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ എന്തെങ്കിലും ചർച്ചയ്ക്കോ ഇങ്ങനെ ഒരു സമന്വയം വേണമെന്നോ ഐക്യം വേണമെന്നോ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നു സഹോദരൻ, ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരു സമുദായ നേതാക്കന്മാരോ ഇങ്ങനെ ദൗത്യത്തിൻ്റെ ദല്ലാളുകളായിട്ട് ഞങ്ങൾ ആരും സമീപിച്ചിട്ടില്ല. ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ചിന്തിച്ച് ഇതിന് 21-ാം തീയതി കഴിഞ്ഞാൽ ചർച്ച ഈ 21-ാം തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങൾ കേരളത്തിലുള്ള ഇന്ത്യയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്മാരോട് വിളിച്ചിട്ട് അവരിൽ നിന്നുള്ള അംഗീകാരം വേണ്ടിയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു ധാരണയും തീരുമാനം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.